ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ നാളെയാണ് കാര്യവട്ടത്ത് ഇന്ത്യയുടെ അവസാനത്തെ ന്യൂസിലൻഡ് അവസാന T20 മത്സരം നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇന്ത്യൻ ടീം അംഗങ്ങൾ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത സുരക്ഷയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും. ടീം അംഗങ്ങൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദർശനം നടത്തി അവിടെ അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ മടങ്ങും. അതിനുശേഷം പ്രാക്ടീസ് സെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ കാര്യവട്ടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇന്ത്യൻ ടീം അംഗങ്ങൾ ദർശനത്തിനായി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൊതുജനങ്ങൾക്കടക്കം റെസ്ട്രിക്ഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ വൈകുന്നേരമാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾക്ക് ഊഷ്മള സ്വീകരണം വിമാനത്താവളത്തിൽ നൽകിയിരുന്നു. സഞ്ജു സാംസൺ ഹോം മാച്ച് കളിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന് അതീവ സുരക്ഷയിലാണെന്ന് മനസ്സിലാക്കുന്നു. ക്യാമറയൊക്കെ ചെല്ലുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഞാൻ കണ്ടു. അല്പസമയം മുമ്പാണ് ഇന്ത്യൻ താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് തുടങ്ങിയവരൊക്കെ വാഹനത്തിലുണ്ടായിരുന്നു. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അവരെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. നമുക്കറിയാം, അടുത്ത ദിവസമാണ് ന്യൂസിലൻഡുമായുള്ള 2020 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇന്ത്യൻ താരങ്ങൾ എത്തിയത്. അവിടെയും ആവേശകരമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. ഇന്ന് ഇരു ടീമുകളും പരിശീലനത്തിനായി അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ന്യൂസിലൻഡ് ടീമായിരിക്കും ആദ്യം പരിശീലനത്തിന് ഇറങ്ങുക. വൈകുന്നേരം 4:30 ഇന്ത്യൻ താരങ്ങളും പരിശീലനത്തിനായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തും. എന്തായാലും അതിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യൻ താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടുന്നത്. അല്പസമയത്തിനകം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി താരങ്ങൾ പുറത്തേക്ക് വരും. ഇവരെത്തുന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയുടെ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യൻ താരങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി വടക്കേ നടയിലേക്ക് എത്തിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് ഇന്ത്യൻ താരങ്ങൾ ദർശനത്തിനായി വടക്കേ നട വഴിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിൻ്റെയും മറ്റും സാന്നിധ്യം അവിടെയുണ്ട്. നേരത്തെ അവർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഇന്ത്യ പ്രത്യേക വാഹനത്തിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ ചില താരങ്ങളെയൊക്കെ കാണാം. അവർ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കായിരുന്നു. മാധ്യമങ്ങൾക്കടക്കം അവിടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് അവരുടെ വളരെ അടുത്തുള്ള ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കോച്ച് ഗൗതം ഗംഭീർ അടക്കമുള്ള ആളുകൾ ടീം അംഗങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് എന്നിവർ ദർശനത്തിനായി എത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് മറ്റ് പേരുവിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. അല്പസമയത്തിനകം ടീമംഗങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങും. ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.